റെഡിയല്ലേ? ഇത് 5 പ്രാവശ്യം അടിക്കാമോ? പറ്റൂല. 3 പ്രാവശ്യം. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞഞ്ചന്റെ അച്ഛന്മാർക്കും നമസ്കാരം. കണ്ടിട്ട് എന്നെ തേക്കും തോന്നല്ലേ? എന്ത് സുഖമാണ് കാറ്റ് ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:30-ക്കാണ് കേട്ടോ ഇതിന്റെ ഇവന്റ്. ഇപ്പൊ ഇവിടെ 6 o'clock ആയി. അപ്പോ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓണം നൈറ്റ്, അതായത് ഒരു സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന, പിന്നെ കൂടാതെ ഞാനും സെലിബ്രിറ്റി ആയ ഒരു ഓണം നൈറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. നിഷ നീ ആദ്യമായിട്ടാണ് പോകുന്നത്? അതേ ആദ്യമായിട്ടാണ്. അപ്പം എന്നെ കുറെ പേരിങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ടോണിച്ചാനും വരണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് കമ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത അറിയാൻ വേണ്ടി ഗൈസ് ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. എന്നാലേ ഉള്ളൂ ആ പ്രത്യേകത എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എസ്പ്ലനേഡ് തിയേറ്റർ ഓൺ ദ ബേ, അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതൊരു കിടിലൻ സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ എസ്പ്ലനേഡ് തിയേറ്ററിലോട്ട് പോവാം. ഇപ്പൊ നല്ല ട്രാഫിക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എസ്പ്ലനേഡ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എസ്പ്ലനേഡ് തിയേറ്റർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പാർക്കിംഗ് അടിപൊളി കേട്ടോ ഇവിടെ. എങ്ങനെയുണ്ട് പരിപാടിക്കൊക്കെ? നീ ഡാൻസ് കളിക്കുന്നുണ്ടോ? നീ ഇപ്പൊ ഡാൻസ് കളിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് അവിടെ വന്നേക്കുന്നത്. ഇല്ല, നീ ഡാൻസ് കളിക്കുന്നില്ലേ? അത് ശരി. അപ്പൊ ഇന്ന് ഓണം നൈറ്റിന് റിമി ടോമിയും പിന്നെ ആരാ വരുന്നത്? വിധുപ്രതാപും പിന്നെ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ ഇന്ന് ആക്ച്വലി ഒരു മ്യൂസിക്കൽ നൈറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. ഇവിടെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ കയറി മേളിലോട്ട് പോകണം കേട്ടോ. ഇങ്ങോട്ടാ പോകേണ്ടത്? ഓക്കെ. ഓ ഗൈസ്, ഇവിടെ നമ്മളെ എസ്കലേറ്റർ എടുത്ത് ഇങ്ങനെ മണ്ടയിലോട്ട് പോകണം കേട്ടോ. പക്ഷെ എന്റെ പൊന്നെ, ഇപ്പൊ ഭയങ്കര ആൾക്കാർ. ഈ ബാക്കിയുള്ള ഈ ചൈനീസ് ആൾക്കാരൊക്കെ നമ്മുടെ കൺസേർട്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളൊരു കൺസേർട്ട് അങ്ങനെ നടക്കാറുണ്ട്. ഈ മറ്റേ മ്യൂസിക്കൽ കൺസേർട്സിലെ വയലിനും അങ്ങനത്തെ ഏത് നോക്കാം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതൊക്കെ ഇവിടെ നടക്കും. അത് ശരി. അതുകൊണ്ടാണ് ഇപ്പൊ അല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഏത് ലെവലാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ട് മേളിലോട്ട് പോകാം. എല്ലാരും മേളിലോട്ട് പോകുമ്പോൾ നമ്മളും മേളിലോട്ട് പോകുന്നു, അങ്ങനെയല്ലേ? പറ ചേച്ചി. നമസ്കാരം, എന്നുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സിംഗപ്പൂരിലെ ഏക ഫിലിം ആക്ടറാണ് മിസ്റ്റർ ജിബു ജോർജ്. നമ്മളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ജിബുവിനെ വെച്ച് ചെയ്യുന്നതായിരിക്കും. എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. ഇതിപ്പോ എക്സ്ക്ലൂസീവ് അല്ല, നമ്മൾ ആക്ച്വലി കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോണിച്ചാന് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതിയില്ല. അപ്പൊ ഉടനെ വരുന്നതായിരിക്കും. അതെ. അപ്പൊ ജിബുവിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ മറ്റേ വിക്കി പേജ് ഇല്ലേ, വിക്കി പേജും കൂടെ ഒന്ന് എടുത്തിട്ട് നിന്ന് നോക്കാം കേട്ടോ. അപ്പൊ കൊള്ളാം. നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ. ഇതന്നെ ഇത് സംഭവം. ഇത് ഹൗ മച്ച് വർ? അതെ ഗൈസ്, ഇതുണ്ടോ? നമ്മൾ സ്വന്തം ബ്രാൻഡിങ് വരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവ് അല്ലേ? അതെ. രവിചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ രവിചേട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കണോ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ആണോ? ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എന്നോട് സുഖമായിട്ടിരിക്കുന്നു. ഇത് മിസ്റ്റർ അനൂപ്. നിങ്ങള് എസ് എം എയുടെ ആരായത്? കമ്മിറ്റി മെമ്പർ. എസ് എം എയുടെ ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്, എല്ലാരും വന്ന് കാണണം. കിടിലൻ പരിപാടികളാണ്. കേരളത്തിൽ ഓണം എപ്പോഴാന്ന് അറിയാം? എനിക്കറിയാം. അതൊക്കെ കൃത്യസമയം ആകുമ്പോഴേ നമ്മുടെ അമ്മ വിളിച്ചു പറയും. അപ്പൊ നമ്മുടെ ഓണം ആഘോഷിക്കും. ഓണം എപ്പോഴാന്ന് പോലെ അറിയത്തില്ല. നിങ്ങൾ തന്നെ നാട്ടിക്കോ? ഇല്ല, ഞാനിത് എല്ലാവരോടും ചോദിക്കുന്നതാണ്. ഈ പല ചോദ്യങ്ങൾ ഞാനിങ്ങനെ ചോദിക്കും. ഓണം വില്ലേജാണ്. ഓണം വില്ലേജിനാണ് ഫോട്ടോ. അത് ഞാൻ കണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 1 അല്ലേ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഉടനെ ഉണ്ട്. എന്താ ഓണം വില്ലേജ്? എന്താണ് ഓണം വില്ലേജ്? ബേസിക്കലി നമ്മൾ സ്റ്റാർസിനെ വെച്ചുള്ള ഒരു പരിപാടി. ഓണം വില്ലേജ് കൂടുതലും നമ്മുടെ ഇവിടെ ഉള്ള മലയാളീസിനെ കൂട്ടി ഗെയിംസ്, പ്രോഗ്രാംസ്, ലോക്കൽ പ്രോഗ്രാംസ്, പിന്നെ വടംവലി, അങ്ങനെയുള്ള ഒരുപാട് പരിപാടി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഓണം വില്ലേജ്
നമ്മുടെ ഇവിടെ ലോക്കൽ മലയാളികളുടെ ഒരു അടിച്ചുപൊളി പരിപാടിയാണ്. ശരി, നമുക്കത് ഓണം വില്ലേജിന് കൂടെ ഒന്ന് പോകാം. അവൈലബിൾ ആണെങ്കിൽ വീക്കെൻഡ് ആണോ? അവൈലബിൾ ഒക്കെ വീക്കെൻഡ് ആണോ? വീക്കെൻഡ് ആണ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം SMAയുടെ ഓണം വില്ലേജ് എന്താണ്? SMA മലയാളം ലൈബ്രറിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു QR കോഡാണിത്. അപ്പം SMA മലയാള ലൈബ്രറി നമ്മൾ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തു റീസെന്റ് ഒരു മാസമേ ആയുള്ളൂ. ഓക്കെ. അപ്പം SMA മെമ്പർ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഫ്രീ ആക്സസ് ആണ്. 2500 ബുക്സ് ഉണ്ട്, മലയാളം ബുക്സ് ഉണ്ട്, ആൻഡ് വിൽ ബി ആഡിങ് മോർ. അപ്പൊ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഗൈസ് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരു SMAയുടെ ലൈബ്രറിയുടെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം താങ്ക് യു സോ മച്ച്. SMAയുടെ വളരെ പ്രധാനപ്പെട്ട കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോളൂ. എന്റെ പേര് ഹരി, ഇത് രാജേഷ്, ഇത് സൂര്യ. ഞാനൊരു കാര്യം ചോദിക്കാം, ഈ പ്രാവശ്യത്തെ ഓണം എന്നാണ്? സെപ്റ്റംബർ 17. തെറ്റ് 16-17 അല്ല, തെറ്റ് ഞങ്ങള് 16-നും 17-നും ആഘോഷിക്കും. അന്നുള്ളവര് വന്നാൽ മതി. സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ ഉല്ലാസാണ് ഇവിടെ ഉള്ളത്. അപ്പം വളരെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള പരിപാടി ആയിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണം നൈറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഓണം നൈറ്റ് സിംഗപ്പൂരിലെ മലയാളി അസോസിയേഷൻ 108ാമത്തെ വർഷമാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1950 മുതൽ ഓണം നൈറ്റ് ആഘോഷിക്കുന്നതിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മുടെ എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഓണോപഹാരം എന്നുള്ള മാഗസിനിൽ വരാറുണ്ട്. കഴിഞ്ഞ ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ ടാലൻസ് ആണ് പൊതുവെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും നാട്ടിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ അതിഥികൾ വരും. പക്ഷെ കഴിഞ്ഞ 20 വർഷമായിട്ട് മെയിൻലി നമ്മൾ കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് പോവുകയും നാട്ടിൽ നിന്നുള്ള വളരെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് സിംഗപ്പൂരിലെ മലയാളികൾക്കൊക്കെ ഒരു ഓണസദ്യ കൊടുക്കാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ വിധു പ്രതാപം റിമി ടോമിയാണ്. റിമി ടോമി എന്റെ അയൽവക്കംകാരിയാണ്. ഞാൻ പാലക്കാരനാണ്. എന്റെ വീടിന്റെ തൊട്ട് മുകളിലായിരുന്നു റിമി ടോമി താമസിച്ചിട്ട്. ഞങ്ങൾ ഒരേ പള്ളിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പാട്ട് പാടത്തില്ല, നിശ പാട്ട് പാടും. ഞാൻ പാട്ട് പാടുന്നത് ഞാൻ അന്ന് പാടിയിരുന്നെങ്കിൽ ഞാനിപ്പോ ആണോ? അത് ഞാൻ പ്രോപ്പർ കാഞ്ഞിരപ്പള്ളി. ഓണസദ്യയും അതുപോലെ ഓണം കളികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു കാർണിവൽ. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ 10, 50, 60 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് സിംഗപ്പൂർ മലയാളികൾക്ക് ഓണക്കളികൾ ആഘോഷിക്കുകയും ഓണസദ്യ കഴിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ അദ്ദേഹമൊക്കെ അതിന്റെ വലിയ ഓർഗനൈസറാണ്. നമ്മളൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ ശ്രീ പ്രദീപ്. അപ്പൊ പ്രദീപേട്ടന് SMAയുടെ ഒരു വൺ ഓഫ് ദി ഓർഗനൈസർ ഇപ്പോഴും അദ്ദേഹം സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നത്. ഞാനും ബാഡ്മിന്റൺ ടൂർണമെന്റ് വന്നായിരുന്നു. പക്ഷേ അവിടെ തന്നെ നമ്മള് കളിക്കാൻ വന്നായിരുന്നു. അദ്ദേഹം ഒരു ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ഏകദേശം 50 പേരോളമുള്ള ഒരു ബാഡ്മിന്റൺ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നടത്തുന്നുണ്ട്. ആ ഗ്രൂപ്പാണ് അത് ഓർഗനൈസ് ചെയ്തത്. വെരി സപ്പോർട്ടിംഗ്. അപ്പം അതെ, അപ്പം ഞാൻ അധികം നിർത്തുന്നില്ല. ചേട്ടൻ അവിടെ സ്റ്റേജിൽ കയറാറുണ്ടല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും സ്റ്റേജിൽ വിളിച്ചാൽ മതി. അജിത്തും വന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ചെവിക്കാത്ത ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ മാറ്റണം അല്ലേ? ഹലോ, ഇത് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ്. എന്താണ് പേര് പറയൂ? എയ്ഡൻ നമ്മുടെ കട്ട സപ്പോർട്ടറാണ്. അതിനടി സെക്യൂരിറ്റി ചെക്ക് ആണോ? ഓക്കെ കം, നമുക്ക് ഇങ്ങോട്ടൊന്ന് മുകളിലോട്ട് പോവാം. അപ്പൊ ഗൈസ് ഇതേണ്ട ഇവിടെ ഒരു ചെറിയൊരു മിനി ബാർ ഉണ്ട് കേട്ടോ. ആഹാ, കൊള്ളാലോ. ഈ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ശിവാസ് ഉണ്ട്, അസാഹി ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ബിയറിന്റെ ഒക്കെ റേറ്റ് ഒക്കെ വരുന്നത് ഇതാണ്. ആഹാ, കൊള്ളാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. എങ്ങോട്ടാ പോകണ്ട? അങ്ങോട്ടാണോ? ഓക്കെ നമ്മള് മേളത്തെ നിലയിലാണ് ഇരിക്കുന്നത് അല്ലേ? അതാകുമ്പോൾ നല്ല വ്യൂ ആണ് വരുന്നത്. നമ്മൾ ഈ എസ്പ്ലനേഡ് തിയേറ്ററിലേ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടോ, മെർലൈനാണ് കാണുന്നത്. കണ്ടോ മെർലൈൻ, കണ്ടോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ദുരൈൻ ഷേപ്പിലുള്ള കെട്ടിടമില്ലേ, അതാണിത്. ഗൈസ് ഇതുണ്ട്, ഇവിടെയാണ് കേട്ടോ. റോസ് AA number 68 ആണ്. Yeah, AA 68. Your friends are here, is it? Yeah. You're on your own? No, my friends also there. The first row on the right. I welcome all of you to Musical Night Event. It has been a long time dream for SMA to open our own library, and it is now a dream come true. Excuse me. SMA Library is now home to more than 2,500 books, Malayalam books.
ideas of a singing career, everybody. ഒരുപാട് സന്തോഷമുണ്ട് സിംഗപ്പൂർ മലയാളി അസോസിയേഷന്റെ ഓണം സെലിബ്രേഷന് എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചത്, പ്രത്യേകിച്ച് റീമിയോടൊപ്പം. എന്ത് സുഖമാണ് കാറ്റ് അരികിൽ വരുന്നു കാറ്റുകളിലൂടെ കണ്ണമ്മ കണ്ണമ്മ. റെഡിയല്ലേ? ഇതോ 5 പ്രാവശ്യം അടിക്കാൻ പറ്റൂല. 3 പ്രാവശ്യം കണ്ടിട്ട് എന്നെ തേക്കും തോന്നുന്നില്ല. ഹായ്. നിന്റെ കള്ളക്കടക്കണ്ടിൽ ആധാരമോ അവനത്താരോ വീണോ അവനോ മണിക്കൊല്ലോ വീണോ മാറി വീണോ തൊട്ടൊരു മിനിനാട്ടെ ഏതാടി പെൺമാരെ. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞഞ്ചത്തി അച്ഛന്മാർക്കും നമസ്കാരം. താങ്ക് യു കേട്ടോ, ഇത്ര സ്നേഹമുള്ള ആൾക്കാരെന്ന് സിംഗപ്പൂരില്. ശരി, വളരെ സന്തോഷം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളെ കൈക്കൊന്ന് പിടിച്ചു, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ആളാണെങ്കിൽ പിടിച്ചാൽ മതി. അല്ലെങ്കിൽ എന്തോ പാരച്ചൂട്ട് പാർക്കാൻ നിൽക്കുവാണ് പാട്ടിടാൻ. ഏത് പാട്ടാ എനിക്ക് പറയാം? റോജയുടെ ആയിരിക്കും. അല്ല മറ്റേ ടൊവിനോയുടെ പാട്ട്. ഏതാ പാട്ടേതാ പെട്ടെന്ന് പറ. അയ്യോ പാട്ട് ടൊവിനോയുടെ പാട്ട്. ഇവന്മാർക്ക് ഒന്നും ഒരു പാട്ട് അറിയില്ല, പരിപാടി കാണാൻ പറ്റും. Thank you.
ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഇതുണ്ടോ ഈ നമ്മൾ എക്സ്പ്ലനേറ്റിന്റെ തിയേറ്ററിന്റെ ഈ സൈഡിൽ ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട് ഇവിടെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. അതിപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. താഴെ ഉണ്ട് കേട്ടോ ബാർ കൗണ്ടർ. നമ്മൾ രണ്ടുപേരെ പരിചയപ്പെടാൻ പോകണേ. 3 പേരെ പരിചയപ്പെടാൻ പോകണേ. ചേട്ടാ പറയൂ. ഞാൻ ജ്യോതിഷ്, ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. സെയിലറായിരുന്നു, ഇപ്പോൾ സിംഗപ്പൂരിലെ കമ്പനി വേണ്ടി വർക്ക് ചെയ്യുന്നു. അതെ. ഹായ് മോനെ, അജിത് ഷിപ്പിങ്ങിലാണ്. ഹാപ്പി ഓണം. രാജ DBS-ലാണ്. താങ്ക് യു. ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ മേടിക്കായിരുന്നു. ഇവിടെ നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനത്തെ ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസ് നമ്മള് ഞങ്ങളെല്ലാവരും ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ജ്യൂസ് പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ ചേട്ടാ? അപ്പൊ നമ്മള് ജ്യൂസ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് അവസാനത്തെ പരിപാടിയിലോട്ട് നമ്മൾ പോവാണ്, കലാശക്കൊട്ട്. അപ്പം ചേട്ടന് ഭാഗത്തോട്ട് പോകും. ചേട്ടൻ ഇവിടെ VIP സീറ്റാണ്. നമ്മള് VVIP സീറ്റാണ്, മേളിലാണ്. ഞങ്ങൾ മേളിലോട്ട് പോകും, ചേട്ടൻ താഴെ. അപ്പൊ നമുക്ക് നേരെ ഇനി മേളിലോട്ട് പോവാം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളി പരിപാടിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നടാ നീ പറ. ഇതുണ്ട്, ഇവിടെയാണ് പരിപാടി നടന്നത് കേട്ടോ. ഈ ഒരു വലിയൊരു സ്റ്റേജ്, എക്സ്പ്ലനേറ്റ് തിയേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രസിദ്ധമായ ഒരു സ്റ്റേജാണ്. പല പരിപാടികളും ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ താഴെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ ഇതുണ്ട്, പല തട്ടുകളായിട്ടാണ്. ഭയങ്കര വലിയൊരു സ്റ്റേജാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് പരിപാടി അവതരിപ്പിക്കുക, അത് കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്, കീപ് ഇറ്റ് അപ്പ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇത് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ വീഡിയോ എല്ലാം എടുത്ത് എല്ലാം മഞ്ജു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടത്? പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പാട്ട് മാത്രമല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്? എല്ലാ പാട്ടും ഇഷ്ടപ്പെട്ടു. നമ്മുടെ അമ്പാന്റെ പാട്ടൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറേ അഭിപ്രായം കേട്ടോ. സാധാരണ ഇതൊരു ജെന്റിൽമാൻ ഹാളാണ്. അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു ഹാളാണ്. അപ്പോൾ ആ ഒരു വൈബ് അല്ലാത്ത വേറൊരു വൈബ് കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് നല്ലതായിരുന്നു. നമ്മുടെ മിസ്റ്റർ ഗ്യാരിയുടെ 10 സ്ക്വയർ ആണ് ഈ കാണുന്നത്. നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഏറ്റവും കാണുന്ന മേളിൽ കാണുന്ന ആ ഒരു കാറാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. അടിപൊളിയല്ലേ സംഭവം? എല്ലാ ഒറിജിനൽ കാറുകളാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി സംഭവമാണ്.